ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിലെ വീടുകൾ ഒരുപാട് പേർ അന്വേഷിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. നല്ല ഒരു വില്ല പ്രൊജക്ടിനകത്ത് ഏകദേശം 30ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്ത് 5 വീടുകളോളം നമുക്ക് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് സെയിലിനിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ വീടാണ് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ വീടിന്റെ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോഴേക്കും നിങ്ങൾ വീടിന്റെ ഈ ഒരു സറൗണ്ടിങ് ഏരിയാസും എലിവേഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നോളൂ. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്റേഴ്സ് ആണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. കാക്കനാട് സൈഡിലേക്ക് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ 11 കിലോമീറ്റേഴ്സ് 11 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിൽ നമുക്കൊരു 20 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിലെത്താം. ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് സാമ്പ്രാക് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, അതുപോലെ തന്നെ HMT ജംഗ്ഷൻ. ഇവിടേക്കൊക്കെ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വില്ലകളിലേക്കുള്ള വഴി കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 5 വീടുകളുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വീട് അവിടെ പണിത് ആള് താമസമായതാണ്. ബാക്കി 2 വീടുകളാണ് സെയിലിലിട്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീടിന്റെ മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് ഒരു എൽ ഷേപ്പുള്ള ലാൻഡിൽ, അതായത് ഒരു വീട്, ഈ ഒരു വീടിന്റെ മുന്നിലൂടെ 2 വഴികൾ നമുക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ എലിവേഷനും മതില് എല്ലാം തന്നെ ഇതിലൂടെ പോകുന്നവർക്കെല്ലാം വളരെ ഭംഗിയായിട്ട് കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ ലാൻഡ് ഇരിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എൽ ഷേപ്പിലുള്ള വീടുകൾക്ക്, ലാൻഡ് ഇരിക്കുന്ന വീടുകൾക്ക് നമുക്ക് 2 സൈഡിൽ നിന്നും വീടിന്റെ ഭംഗി കംപ്ലീറ്റ് ആയിട്ട് കാണാവുന്ന രീതിയിലായിരിക്കും എപ്പോഴും വരുന്നത്. മതിൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പില്ലേഴ്സ് വരുന്നുണ്ട്. നിറയെ ഇടയ്ക്കിടയ്ക്ക് പില്ലറുകളൊക്കെ കൊടുത്തിട്ട് അവിടെ എല്ലാം തന്നെ ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഓരോ പില്ലറിലും ടെക്സ്ചർ വർക്ക് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സൈഡിലുള്ള എലിവേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു യെല്ലോ ആൻഡ് ബ്ലൂ ബോർഡേഴ്സും ഷെയ്ഡ്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പില്ലറുകളിലൊക്കെ വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് അട്രാക്റ്റീവായ രീതിയിലാണ് ഇതിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4.65 സെന്റ് ലാൻഡിലാണ്. ഏകദേശം 5 സെന്റിനോട് അടുത്ത് ലാൻഡ് വരുന്നുണ്ട്. വീടിന്റെ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 2150 2150 വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് എലവേഷൻ ആണ്. നമുക്ക് ഇവിടെ ആയിട്ടാണ് മെയിൻ ഗേറ്റും മതിലും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. മതിൽ ആ സെയിം ഡിസൈൻ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. വീടിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എലിവേഷന്റെ അട്രാക്ഷൻ പെയിന്റിംഗ് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഡിസൈനും പെയിന്റിങ്ങും ഒക്കെ തന്നെയാണ് ഈ വീടിനെ മനോഹരമാക്കി നിർത്തിയിരിക്കുന്നത്. മുകളിലുള്ള ബാൽക്കണി ഏരിയയിലൊക്കെ ഭംഗിയായിട്ട് തന്നെയാണ് ഗ്ലാസിന്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഭംഗിയുള്ള ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് അട്രാക്റ്റീവ് ആയിട്ട് കടന്നു കയറുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഒരു ഗേറ്റ് നമുക്ക് ഒറ്റ ഒരു ഗേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സൈഡിലേക്ക് അത് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വലിയ ഏരിയ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കയറി കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കിണർ കാണാം. ഇവിടുത്തെ വാട്ടറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ വരുന്നത്. ഇങ്ങനെ നമുക്ക് നീണ്ടു പരന്ന് കിടക്കുന്ന ഒരു വലിയ ഏരിയ തന്നെയാണ് കാർ പാർക്കിങ്ങിനായിട്ട് കിട്ടുന്നത്. 3 കാറുകളോളം പാർക്ക് ചെയ്യാവുന്ന ഒരു വലിയ സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുറ്റം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ നേരെ കയറി വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്ക് പോകുവാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ധാരാളം സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു പകുതി പോർഷൻ വരെ നമുക്ക് ഇതുപോലെ സ്റ്റോൺസ് ഒക്കെ വിരിച്ച് ഗ്രാസ് വിരിച്ചിട്ടുണ്ട്. അതിനുശേഷം വീടിന്റെ ബാക്കിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്തുമാത്രം സ്പേസ് ആണ് ഈ ഒരു വീടിന്റെ ബാക്കിലേക്ക് വരുന്നതോട് നമുക്ക് കിട്ടുന്നതെന്ന്. ചെടികൾ നടാനും ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് നല്ല സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിന്റെ ഏറ്റവും കറക്റ്റ് ബാക്ക് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നല്ല വിഡ്ത് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു അലക്ക് കല്ല് കിട്ടുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ നടന്നു പോകുന്നത് കഴിഞ്ഞിട്ടും ധാരാളം സ്പേസ് ആണ് നമുക്ക് സൈഡിലൊക്കെ തന്നെ കിട്ടുന്നത്.
ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം നമ്മുടെ വീടിന്റെ കിച്ചണിന്റെ ബാക്ക് സൈഡ് ആണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വർക്ക് ഏരിയ വേണമെന്നുള്ളവർക്ക് ചെയ്തെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സ്പേസ് ഉണ്ട്. ഫ്ലോറിംഗ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. റൂഫിംഗ് മാത്രം നമുക്കിനി ചെയ്താൽ മതി. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരുന്നത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്കാണ്. ഇവിടെ ആയിട്ടാണ് കിണർ വരുന്നത്. ഈ ഭാഗത്തുള്ള കിണർ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ശുദ്ധമായ കുടിവെള്ളം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ വീടിന്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ്, ലപ്പോത്രയുടെയാണ് ഗ്രാനൈറ്റ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയ മെറ്റീരിയൽസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലപ്പോത്രയുടെ ഗ്രാനൈറ്റിന്റെ ഒക്കെ ഒരു ഭംഗി നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കാണാമെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിൽ തന്നെ ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിഡ്ത്ത് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൽ കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകളിലാണെങ്കിൽ ഒരു ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന വീടിന്റെ മെയിൻ ഡോറ് വരുന്നത് തേക്കിലാണ് തീർത്തിരിക്കുന്നത്. രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോറാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തേക്കായിട്ടാണ് ഡോറ് ഫേസ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ആണ് ഈ വീടിന്റെ ഡോറിന്റെ ഫേസിങ് വരുന്നത്. അപ്പോൾ തേക്കിന്റെ ഡിസൈനിൽ നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഡോറ് ചെയ്തിരിക്കുന്നത്. 2 പീസ് ആയിട്ടുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ടൈലുകൾ നോക്കാം. നല്ല ഭംഗിയായിട്ടുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. കജാരയുടെയാണ് ടൈൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. മൾട്ടിവുഡിൽ വളരെ ഭംഗിയായ ഡിസൈനുകളോട് കൂടിയിട്ട് ഒരു വുഡ് കളറും വൈറ്റ് കളറും വരുന്ന കോമ്പിനേഷനിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് TV യൂണിറ്റിന്റെ ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് വരുന്നത് നേരെ വന്ന് കഴിയുമ്പോഴേക്ക് എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ തേക്ക് കഴിഞ്ഞാൽ ബാക്കിയുള്ള വുഡുകളൊക്കെ വന്നിട്ട് ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ അകത്തേക്ക് നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ കൂടാതെ ഇടയ്ക്ക് ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. പല എന്താ പറയാ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറുകൾ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ടുള്ള ആ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കൂടി നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്പണിങ്സ് വരുന്നുണ്ട്. പെർഗോള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെല്ലാം വുഡൻ പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിന് ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും തന്നെ ഫാൻ ഫിറ്റിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നത്. നമുക്കൊരു 10 പേരെ വരെ ഇരുത്താൻ കഴിയുന്ന വലിയൊരു സ്പേസ് തന്നെയാണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. നേരെ ബാക്ക് സൈഡിലായിട്ട് 4 വിൻഡോസ് നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ കാണാം നമുക്ക് ഇവിടെ ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് കിട്ടുന്നത്. അത്യാവശ്യം ഗ്ലാസ് വർക്കുകളും താഴെ ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളൊക്കെ കൊടുത്തിട്ട് മൾട്ടിവുഡിൽ വലിയൊരു ഫെസിലിറ്റി തന്നെയാണ് നമുക്ക് ക്രോക്കറി ഷെൽഫിനായിട്ട് തന്നിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള ബോർഡർ ലൈനുകൾ വരുന്നുണ്ട്. ചെറിയ ചെറിയ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗ് ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് റൂഫിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്ന് കിച്ചൺ തുടങ്ങുവാണ്. കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണേണ്ടത് ഇവിടുത്തെ വാഷ് ബേസിൻ എവിടെയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്നാണ് സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. ഈ പോകുന്ന സ്റ്റെപ്സ് എല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ താഴെ വരുന്ന ഭാഗം ഇവിടെ എല്ലാം തന്നെ കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പിന്റെ താഴെ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയൊരു സ്പേസ് തന്നെയാണ് വാഷിംഗ് ഏരിയയ്ക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്നതും ആയിട്ടുള്ള ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു മിറർ വരുന്നുണ്ട്. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. താഴെയുള്ള ഏരിയ എല്ലാം തന്നെ നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിലും ഗ്രാനൈറ്റ് പീസ് ആണ് ഇത് വയ്ക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി നേരെ കാണേണ്ടത് ഇവിടുത്തെ ഒരു ബെഡ്റൂം ആണ്. ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ബെഡ്റൂം താഴെ വരുന്നുണ്ട്. നമുക്ക് അത് എവിടെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ കാണുന്ന ഡോറ് ബെഡ്റൂമിലേക്കുള്ള എൻട്രി ആണ്. താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x11 13-11 ഫീറ്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഈ ഒരു വോളിൽ 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ലെങ്ത്തിലാണ് ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ വരുന്ന ഷെയ്ഡാണ് മൾട്ടിവുഡിലെ വാർഡ്രോബുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഒരു മിറർ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്.
ഇതിന്റെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് മാത്രമുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിങ്ങും ഫാൻ ഫിറ്റിങ്ങും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിന്റെ ഡോറിന്റെ ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ബാത്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒന്നും തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിലെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ലൈറ്റ് ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ഷെയ്ഡാണ് ബാത്റൂമിനകത്ത് ടൈലുകൾക്കെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററി എല്ലാം തന്നെ വന്നിട്ട് ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ആ എൻട്രൻസിൽ തന്നെയാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നതാണ്. കിച്ചന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയുള്ള ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഏരിയ തന്നെയാണ് നമുക്ക് കിച്ചണകത്ത് ലഭിക്കുന്നത്. ഏകദേശം 5 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാവുന്ന ഒരു വലിയ സ്പേസ് ആണ് നമുക്ക് കിച്ചണിനകത്ത് ലഭിക്കുന്നത്. കിച്ചണിന്റെ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രീൻ, ഒരു ഗ്രീനും ബ്ലൂവും കൂടെ ബ്ലൂ ഷെയ്ഡും കൂടെ ഒരു മിക്സ്ചർ ആയിട്ടാണ് കളർ ചെയ്തിരിക്കുന്നത്. നമ്മൾ അധികം ഒന്നും കാണാത്ത നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് കിച്ചൺ ക്യാബിനറ്റ്സിനൊക്കെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ട് നമുക്ക് കബോർഡ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു സൈഡിലേക്ക് എല്ലാം തന്നെ കബോർഡ് ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫാബറിന്റെ ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. അതുകൂടാതെ ഈ ഭാഗത്ത് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസിലെ ടൈലൊക്കെ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഒരു ബ്ലാക്ക് ലൈൻസ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഈ ഒരു ടോപ്പ് സ്ലാബ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. കിച്ചന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും ഒരു ചെറിയ ഫാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ മുകളിലാണെങ്കിലും ചെറിയ രീതിയിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് തുറക്കുന്ന ഡോറ് പുറത്ത് വർക്ക് ഏരിയയിലേക്കാണ്. നമ്മൾ ഓൾറെഡി അത് കണ്ടതാണ്. വീടിന്റെ ചുറ്റിനും സറൗണ്ടിങ് ഏരിയാസ് കണ്ടപ്പോൾ നമ്മൾ കണ്ട ഏരിയ തന്നെയാണ്. ഫ്ലോറിംഗ് എല്ലാം അവിടെ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡറായിട്ട് സംസാരിച്ചിട്ട് വർക്ക് ഏരിയ അവിടെ തീർച്ചയായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന വഴികളിലെല്ലാം ഹാൻഡ് റെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതിന് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഈ ഏരിയ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അത് LED സ്ട്രിപ്പ് ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു ഹാൻഡ് റെയിൽസിന്റെ മോഡൽ തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് പെർഗോള രീതിയിലാണ് കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തെല്ലാം തന്നെ സേഫ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ട് 2 ചെറിയ ക്യൂട്ട് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു ചെറിയ ഹാളാണ്. ഒരു ചെറിയ ഹാൾ ഫെസിലിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് മൾട്ടിവുഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൈറ്റ് ഫിറ്റിംഗ്സും വർക്കുകളൊന്നും വാരി വലിച്ചു ചെയ്യാതെ ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റെപ്പ് കൂടി കാണാം. നമുക്കത് എല്ലാം കണ്ടതിന് ശേഷം അത് ഡിസ്കസ് ചെയ്യാം. ഇവിടുത്തെ വിൻഡോസ് വരുന്നത് ആ ഒരു ബാക്ക് സൈഡിൽ സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെയുള്ള ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 3 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ്, രണ്ടാമത്തേത് മൂന്നാമത്തേത്. അങ്ങനെ ഒരേ ഓർഡറിൽ തന്നെയാണ് 3 ബെഡ്റൂമുകളും വരുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബെഡ്റൂമുകളുടെയൊക്കെ ഡോറുകളുടെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും ഒരു കോമൺ സൈസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 13x11 ഫീറ്റ്, 13x11 ഫീറ്റിലാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. സെയിം കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് വുഡൻ കളർ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും LED സ്ട്രിപ്പുകൾ കൊണ്ട് ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വലുതും ചെറുതുമായിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രമുള്ള മിനിമൽ വർക്കുകൾ മാത്രമാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും തന്നെ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളും നോക്കുവാണെങ്കിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമുകളിലെ ടൈലുകളാണെങ്കിലും എല്ലാം കോമൺ കളർ കോമ്പിനേഷനിൽ തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂം കണ്ടു. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ് തിരിച്ചു വരുന്നത്. ഇവിടെ നിന്നാണ് ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ നമുക്ക് കാണാനുള്ളത്. ഈ ഒരു TV യൂണിറ്റിന് തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളെല്ലാം തന്നെ ഈ ഒരു സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ബെഡ്റൂമും 13x11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
കബോർഡുകളൊക്കെ വരുന്നത്, വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ്, പക്ഷെ ഓരോ സ്ഥലത്തും കൊടുത്തിരിക്കുന്ന വാർഡ്രോബുകൾ ഡിസൈനുകൾ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. പല പല രീതിയിലാണ് എല്ലാ ഡിസൈനുകളും തന്നെ ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നമ്മുടെ റൂമിൽ നിന്ന് ഡയറക്റ്റ് കാണാത്ത രീതിയിൽ ചെറിയൊരു പാസേജ് പോലെ മാറിയിട്ട് അതിനടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ കളർ കോമ്പിനേഷനുകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ ബാത്റൂം ആണെങ്കിൽ പോലും ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഫോർത്ത് ബെഡ്റൂം വരുന്നത്. ഡോറുകളൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും സൈസ് 13x11 ഫീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ട് സെയിം കളർ കോമ്പിനേഷനിൽ സെയിം മെറ്റീരിയലിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും LED സ്ട്രിപ്പുകൾ കൊണ്ടുള്ള ബോർഡറുകൾ കൊടുത്തിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള LED ലൈറ്റുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വാർഡ്രോബ് കണ്ടു. നമുക്ക് ഈ ഒരു സൈഡിൽ കുറച്ച് ഒതുങ്ങി മാറിയിട്ട് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളിലുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു മിറർ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഷെൽഫ് ഫെസിലിറ്റികളെല്ലാം കൊടുത്തിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4ാമത്തെ ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് കണ്ട ആ ഒരു ബാത്റൂമിന്റെ സെയിം ടൈലുകളൊക്കെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. താഴെ ഒരു ബെഡ്റൂമാണ്, നമുക്ക് മുകളിൽ 3 ബെഡ്റൂമുകളാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഫൈനൽ ബെഡ്റൂമിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു ഡോർ നമുക്ക് കാണാം. അത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. നമുക്ക് നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. താഴെ ഫസ്റ്റ് ടൈമിൽ വീട് കാണിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ബാൽക്കണി ഇതുപോലെ ടഫന്റെ ഗ്ലാസ് ഇട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 30 വില്ലകളോളം വരുന്ന ഒരു വില്ല പ്രൊജക്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത്. 5 വീടുകളുടെ വർക്കുകൾ നിയർലി, ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് താമസം ആരംഭിച്ചു. മറ്റൊരു വീട് സെയിലിനിട്ടിരിക്കുന്നു. ഈ ഒരു വീടും സെയിലിനിട്ടിരിക്കുന്നു. 2 വില്ലകളുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 30 വില്ലകളും പണി കഴിയുമ്പോൾ വലിയൊരു വില്ല പ്രൊജക്ടിനകത്ത് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു വില്ലയും വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാണുന്ന വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല, നമുക്കിനി ഒരു ചെറിയ ഫെസിലിറ്റി കൂടി ഇവിടെ കാണാനുണ്ട്. നമ്മുടെ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ കാണുന്ന ഏരിയ കണ്ടിന്യൂ ചെയ്ത് നേരെ മുകളിലേക്ക് വരികയാണ്. നമ്മുടെ ആ ഒരു ഹാളിൽ നിന്നുള്ള ആ ഒരു സ്റ്റെയർ കേസ് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. നോർമലി നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടെമ്പററി ആയിട്ടൊരു സ്റ്റെപ്പ് ആയിരിക്കും. ഇത് നല്ല രീതിയിൽ കോൺക്രീറ്റിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അതും ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് മുകൾ വശം വരെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് പെർഗോള മോഡൽ കുറച്ച് ഓപ്പണിങ്സ് കാണാം. നമുക്കിനിപ്പോ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കയറി വന്ന് സ്റ്റെപ്പ് കഴിയുന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള മെയിൻ അറേഞ്ച്മെന്റ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് ലൈനും കണക്ഷൻസ് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടെറസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൂഫിംഗ് ചെയ്തെടുക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. ഞാൻ പറഞ്ഞു കളമശ്ശേരിക്ക് വളരെ അടുത്തായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ട് എത്തിപ്പെടാവുന്ന ആക്സസ് ആണ് നമുക്ക് ഈ വീട്ടിൽ നിന്നും ഉള്ളത്. ഏകദേശം 30ഓളം വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 4.65 സെന്റ്, 4.65 സെന്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2150 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. വെള്ളത്തിനായിട്ട് നമുക്ക് ഇവിടെ കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. അപ്പൊ നല്ലൊരു വില്ല പ്രൊജക്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ന് പരിചയപ്പെട്ട മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. 90 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പൊ അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.